ക്രിക്കി മലയാളം 2.0യുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ ടീം മൂന്നാമതും ICC T20 വേൾഡ് കപ്പിന്റെ കിരീടം ചൂടിയതിന്റെ ആവേശത്തിലും സന്തോഷത്തിലുമൊക്കെയാണല്ലോ നമ്മൾ ക്രിക്കറ്റ് പ്രേമികൾ ഉള്ളത്. ഇതിലെടുത്തു പറയേണ്ടത് തീർച്ചയായിട്ടും വെറും 5 മത്സരങ്ങൾ മാത്രം കളിച്ചുകൊണ്ട് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് അവാർഡ് സ്വന്തമാക്കിയിട്ടുള്ള സഞ്ജു സാംസണിന്റെ മാസ്മരിക് ഇന്നിംഗ്സുകളെ കുറിച്ച് തന്നെയാണ്. സഞ്ജുവാണ് ഈ ഒരു T20 വേൾഡ് കപ്പിൽ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് അവാർഡ് സ്വന്തമാക്കിയതും. ഇൻസ്റ്റഗ്രാം തുറന്നു നോക്കിയപ്പോൾ വളരെ രസകരമായിട്ടുള്ളൊരു പോസ്റ്റ് കാണുകയുണ്ടായി. അത് നിങ്ങളിലേക്ക് എത്തിക്കാമെന്നും കരുതുന്നു. അതായത് സഞ്ജു സാംസണിനെ കുറിച്ചാണ് ആ ഒരു പോസ്റ്റിൽ പറയുന്നത്. ബെഞ്ചിൽ നിന്നും ഇടനെഞ്ചിലേക്ക് എന്നുള്ളതാണ് ടാഗ് ലൈനായിട്ട് കൊടുത്തിരിക്കുന്നതും. എന്തു രസകരമായിട്ടുള്ള വാക്കുകളാണല്ലേ. യെസ്, കഴിഞ്ഞ തവണ T20 വേൾഡ് കപ്പിന്റെ സ്ക്വാഡിൽ ഭാഗമായിരുന്നുവെങ്കിൽ കൂടി ആ ഒരു വേൾഡ് കപ്പിന്റെ വിജയത്തിൽ ഒരു പങ്കും സഞ്ജുവിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണല്ലോ യാഥാർത്ഥ്യം. പക്ഷേ ഇപ്പോൾ ടീം അത് വീണ്ടും നേടുമ്പോൾ ആ ഒരു കിരീട നേട്ടത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചതും സഞ്ജു സാംസൺ തന്നെയാണ്. വെറും 5 മത്സരങ്ങൾ മാത്രം കളിച്ചുകൊണ്ട് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് സ്വന്തമാക്കുന്നു. ടീം ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും അധികം റൺസ് അടിക്കുന്ന താരമായി മാറിയിരിക്കുന്നു. വേൾഡ് കപ്പിൽ ഏറ്റവും അധികം റൺസ് അടിക്കുന്ന രണ്ടാമത്തെ താരമായി മാറിയിരിക്കുന്നു. ഈ ഒരു വേൾഡ് കപ്പ് ടൂർണമെന്റ് കഴിയുമ്പോൾ സഞ്ജുവിനേക്കാൾ കൂടുതൽ സിക്സർ അടിച്ച മറ്റൊരു താരവുമില്ല. അങ്ങനെ പീക്ക് ഡോമിനൻസ് എന്നൊക്കെ പറയില്ലേ, അത്തരത്തിലൊരു പെർഫോമൻസ് ആണ് സഞ്ജു കാഴ്ചവെച്ചിരിക്കുന്നതും. ഇമാതിരി ഒരു അത്ഭുതം ലോക ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ തന്നെ ഉണ്ടായി കാണില്ല എന്ന് പറയേണ്ടി വരും. കാരണം ടൂർണമെന്റിലെ 80% കളികളും കഴിഞ്ഞപ്പോൾ ഫ്രെയിമിലേ ഇല്ലാത്തൊരു മനുഷ്യൻ വന്നുകൊണ്ട് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് തൂക്കുന്ന ഒരു പീക്ക് ലെവൽ പരിപാടി. യെസ്, ദിസ് ഈസ് സഞ്ജു സാംസൺ എറ എന്ന് തന്നെ പറയേണ്ടി വരും. പീക്ക് കംബാക്ക്, പീക്ക് ഡോമിനൻസ് എന്നൊക്കെ പറയില്ലേ, അതാണ് സഞ്ജുവിന്റെ ആരാധകർ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും. ഏതായാലും ഈ ഒരു വേൾഡ് കപ്പ് ടൂർണമെന്റ് കഴിയുമ്പോൾ സഞ്ജു സാംസൺ കുറിച്ച ചില ലോക റെക്കോർഡുകൾ എന്താണെന്നുള്ളത് പരിശോധിച്ച് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു T20 വേൾഡ് കപ്പിൽ ഏറ്റവും അധികം സിക്സറുകൾ നേടുന്ന താരമായി സഞ്ജു സാംസൺ മാറിയിരിക്കുന്നു. ഇത് മലയാളിയാടാ, എന്തൊരു റെക്കോർഡാണല്ലേ. ഈ ഒരു വേൾഡ് കപ്പിൽ 5 മത്സരങ്ങൾ മാത്രം കളിച്ചുകൊണ്ട് 24 സിക്സറുകളാണ് സഞ്ജു സാംസൺ നേടിയതെങ്കിൽ ഇത്രയും സിക്സറുകൾ ഒരു വേൾഡ് കപ്പിൽ ഒരു താരവും നേടിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ഒരു ലിസ്റ്റിൽ 2ാം സ്ഥാനത്തുള്ളത് ന്യൂസിലാൻഡിന്റെ ഫിന്നലും കൂടിയാണ്. ഏതായാലും മറ്റൊരു റെക്കോർഡ് എന്തെന്ന് വെച്ചാൽ ഒരു വേൾഡ് കപ്പിൽ ഏറ്റവും അധികം റൺസ് നേടുന്ന ഇന്ത്യൻ താരം എന്ന റെക്കോർഡും സഞ്ജു സാംസൺ സ്വന്തമാക്കിയിരിക്കുന്നു. കിങ് കോഹ്ലി അടക്കി ഭരിച്ചൊരു റെക്കോർഡാണിത്. 12 വർഷം പഴക്കമുള്ള ആ ഒരു റെക്കോർഡും സഞ്ജു ഇപ്പോൾ മറികടന്നിരിക്കുന്നു. 2014 വേൾഡ് കപ്പിൽ 319 റൺസായിരുന്നു വിരാട് കോഹ്ലി നേടിയതെങ്കിൽ സഞ്ജു സാംസൺ ഇപ്പോൾ 2026 T20 വേൾഡ് കപ്പിൽ 321 റൺസ് നേടിക്കൊണ്ടാണ് ലോക റെക്കോർഡ് കുറിച്ചിരിക്കുന്നതും. ഇതൊക്കെ സംഭവിക്കുന്നത് വെറും 5 ഇന്നിംഗ്സുകൾ മാത്രം കളിച്ചുകൊണ്ടാണെന്നുള്ളതും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ തമ്പനയിലിൽ ഇതുപോലൊരു അത്ഭുതം ലോക ക്രിക്കറ്റിന്റെ ചരിത്രത്തിലെ തന്നെ ഉണ്ടായി കാണില്ല എന്നുള്ള ടാഗ് ലൈൻ കൊടുത്തതും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.